എന്തൊരു ദ്രോഹിയാണോ നിങ്ങളൊക്കെ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ സന്ധ്യ എന്ന് പറയുന്ന വീട്ടമ്മ, തലതെറിച്ച വീട്ടമ്മ, അപരാധി മോള് 2-3 തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണില്ല എന്നാണ് അവളുടെ സ്വന്തം അമ്മ തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു നികഷ്ട ജീവികളുടെ അടുത്താണോ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ കൊടുത്തുവിട്ടത്? ഏറ്റവും ഇതിൽ കാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് വീട്ടുകാരും അതുപോലെ തന്നെ ഭാര്യൻ്റെ വീട്ടുകാരും തന്നെയാണ്. ഇങ്ങനെയുള്ള നികഷ്ട ജീവികളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഒരു തെറ്റ്, അതുപോലെ ഇതുപോലെയുള്ള ടീമുകളിലൂടെ ഈ മക്കളെ പറഞ്ഞു വിട്ടത് മറ്റൊരു തെറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു ഈ സന്ധ്യ എന്ന് പറയുന്ന അവളുടെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ആ അമ്മയാണ് പറയുന്നത് എന്താ പറയുക, ഇവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണില്ല, ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, ഇവൾക്ക് എന്ന് പറഞ്ഞാൽ പണമാണ് വേണ്ടത്, അത് ഞങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഭർത്താവുമായിട്ടൊക്കെ നല്ല ദേഷ്യത്തിലൊക്കെയാണ്. 2-3 തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് മകളെ കൊല്ലാനൊക്കെ നോക്കിയിട്ടുണ്ട്, ഐസ്ക്രീമിലൊക്കെ വിഷം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ടും ഉളുപ്പില്ലാതെയാണോ ഈ കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? അപ്പം ഇവരുടെയൊക്കെ മനസ്സിൽ ഇതങ്ങ് കൊല്ലുന്നുണ്ടെങ്കിൽ കൊന്നോട്ടെ, ചാകുന്നിടയ്ക്ക് ചന്തോട്ടെ, നമുക്കെന്ത് പ്രശ്നം? ഉളുപ്പുണ്ടോ ഇവറ്റകൾക്കൊക്കെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇതുപോലെയുള്ള കൂതറകളെ കല്യാണം കഴിപ്പിച്ചു വിട്ട് അതുമാത്രവുമല്ല പ്രസവിപ്പിച്ച് എന്നിട്ട് ആ കുട്ടികളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടു നിന്നിരിക്കുന്നത് വല്ലാത്ത പിടിച്ച ജാതികളിനെ വല്ലാത്ത പിടിച്ച ഒരവസ്ഥ തന്നെ. ഇതുപോലെയൊന്നും ഒരു മനുഷ്യന്മാർ ആകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പിന്നീട് വന്നിട്ട് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം ഭർത്താവ് എന്ന് പറയുന്നവൻ കുറേ അവിടെ നിന്ന് കിടന്നിട്ട് ഇങ്ങനെ എന്താണ് ചിലവല്ല വർത്താനം പറയുന്നുണ്ടു. എടോ, തനിക്കറിയില്ലായിരുന്നോ തൻ്റെ ഭാര്യേൻ്റെ സ്വഭാവം? അങ്ങനെയുള്ള ഈ സ്വഭാവം ഉള്ളതിനെ അതിൻ്റെ കൂടെ അംഗൻവാടിയിലായാലും സ്കൂളിലായാലും അയക്കാൻ പാടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ സ്ത്രീക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ 4 മണിക്ക് അംഗൻവാടിയിൽ നിന്ന് കൂട്ടി വന്നിട്ട് നേരെ ബസ് എന്നാണ് കളഞ്ഞു പോയത്, എവിടെയാണ് പോയത് എന്നറിയില്ല. അങ്ങനെ കുറേ നാടകങ്ങളാണ് ഈ സ്ത്രീ കളിച്ചിരിക്കുന്നത്, നാണം കെട്ട നാടകങ്ങൾ. ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുക തന്നെ വേണം. ഇവർക്ക് വല്ല കാമുകനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാമുകന്മാരുണ്ടാകും, നല്ല രീതിയിൽ ഫോൺ വിളിച്ച് തൊള്ളുന്നുണ്ടാകും. അപ്പോൾ ഇളയ കുട്ടി, ആ മൂത്ത കുട്ടി കുഴപ്പമില്ല, അത് കുറച്ച് ബുദ്ധിയും വിവരമില്ല, അത് അച്ഛൻ്റെ കൂടെ നിന്നോളൂ, ആൺകുട്ടിയല്ലേ. അപ്പോൾ പെൺകുട്ടിയാകുമ്പോഴൊരു ചൊറയാന്ന്. ഇനിയിപ്പോൾ ഇവളെ സുഖം തേടി പോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എന്തെങ്കിലും തരത്തിൽ തടസ്സമായിരുന്നോ, അതുകൊണ്ടാണോ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഇവള് പറയുന്നത് പോലെ അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാനങ്ങ് കൊന്നു, നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഇതിനൊക്കെ, ഈ അപരാധി മോക്കൊക്കെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ മൊബൈൽ നമ്പറൊക്കെ കൃത്യമായിട്ടും ചെക്ക് ചെയ്യുക തന്നെ വേണം. ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല. അതായത് ഏതെങ്കിലും കാമുകന്മാരുണ്ടാകും. ഇതിനെടുക്കേണ്ടില്ലേ 10 വയസ്സുകാരനാ ഇതുപോലെ അമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മോൻ എന്തോ ചോദിച്ചോ, അതുപോലെ മോനെന്തോ സംശയം തോന്നിയിട്ട് ചോദിച്ചു, ആരാ ഉമ്മ ഇത് എന്ന് ചോദിച്ചതേ ഉള്ളൂ. അവിടെ കിടന്ന ചായപാത്രത്തിൽ കണ്ടില്ലേ? അപ്പം ഈ അമ്മ എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്താണ് അമ്മ മഴക്കാരൊക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്നത് എല്ലാ അപരാധികളായി പോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സ്നേഹവുമില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ നൊന്തു പറ്റുമോ എന്ന് പറയുന്ന ഈ അമ്മമാർ തന്നെ ഇവരെയൊക്കെ എടുത്തിട്ട് കിണറ്റിലും അതുപോലെ തന്നെ ഈ പുഴയിലും കടലിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ സ്നേഹമുള്ളവരെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ കഴിയില്ല. ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വേണ്ടത് എന്ന് പറഞ്ഞാൽ സ്വന്തം സുഖം മാത്രമാണ്. ഈ സുഖം ഉള്ളിടത്തോളം കാലം ഇത് മാത്രം മതി ജലയിന്, വേറെ ഒരു സുഖവും വേണ്ട. അതായത് ഏതെങ്കിലും ഒരുത്തൻ അവിടെ സുഖിപ്പിക്കാനും ഉണ്ടാകും, പിന്നെന്ന് പറഞ്ഞാൽ സുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവളും ഉണ്ടാകും. ഇത് മാത്രമേ വേണ്ടൂ. അവിടെ കുഞ്ഞുങ്ങൾക്ക് സ്ഥാനമില്ല, കുടുംബജീവിതത്തിന് സ്ഥാനമില്ല, ഭർത്താക്കന്മാർക്ക് സ്ഥാനമില്ല. പല വീടുകളിലും പല നാരിത്തരങ്ങളുമാണ് നടക്കുന്നത്. ഇതൊന്നും നമ്മൾ വെളിയിൽ അറിയുന്നില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരുപാട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥയിൽ തന്നെയാണ്. അതായത് മിക്കറെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഡീസൻ്റാണ്, ഭയങ്കര നല്ല മനുഷ്യന്മാരാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മളൊന്ന് ചെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പുഴുത്ത ചില ജന്മങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുറേ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മക്കൾ ഉണ്ടായിപ്പോയല്ലോ, അയ്യോ ഭർത്താവ് ഉണ്ടായിപ്പോയല്ലോ, അയ്യോ ഇനി എങ്ങനെ പോകും എന്ന് വിചാരിക്കുന്ന കുറേ ടീമുകളുണ്ട്. കുറേ ഊളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ പൈസ കൊണ്ടുപോയിട്ട് മറ്റൊരുത്തിന് കൊടുക്കുന്ന ഊളകൾ. അതാണ് ഏറ്റവും വലിയ ചതികൾ. എന്താണെന്ന് വെച്ചാൽ അയാൾ വേറെ ഏതെങ്കിലും ഗൾഫിലോ എവിടെയെങ്കിലും കടന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാര അടിക്കാൻ വേണ്ടി മാത്രം ഏതെങ്കിലും ഒരുത്തനുണ്ടാകും, അവന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്ന ചില ജന്മങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ജന്മങ്ങളെ കൊണ്ട് പിന്നെ നിങ്ങൾക്കറിയാലോ ഈ കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ലിവിങ് ടുഗദറുകൾ. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്കൊന്നെന്ന് പറഞ്ഞാൽ ഒരു ബലിയില്ല. അച്ഛനമ്മ ആരാണ്, മക്കളാണ് എന്നുള്ള ഒരു ബലിയും ഇപ്പോഴില്ല. ഈ ബലി ആരാണ് കളഞ്ഞത്? നമ്മൾ മലയാളികൾ തന്നെയാണ്. നമുക്കെന്താ വേണ്ടത്? ചുംബന സമരങ്ങളും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും
പിന്നെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ ജന്മം, ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ പിള്ളേർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ കുറച്ച് നശൂലങ്ങൾ, അതായത് കുടുംബജീവിതം നയിക്കാൻ കഴിയാത്ത കുറച്ച് നശൂലങ്ങളുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതായത് പിന്നെ ഇതുപോലെ അതായത് ഇവർ പറയുന്ന പോലെ സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പരിഷ്കാരികളുടെ വാക്കും കേട്ടിട്ട് നമ്മുടെ കുട്ടികളെയും മറ്റവരെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് വിടുകയല്ല വേണ്ടത്. നമ്മളെല്ലാം ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്കായാലും എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബാധ്യതകൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കൂടി ഞങ്ങളെപ്പോലെ ആകരുത് മക്കളെ. ഞങ്ങൾ 18-ാം വയസ്സിൽ വന്നിട്ട് ഇവിടെ നിന്ന് അനുഭവിക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങളെപ്പോലെ ആകരുത്. ഇതല്ലേ ചില അമ്മമാർ പറയുന്ന മെയിൻ കാര്യം ഇതാണ്. അവരെ 18 വയസ്സിൽ പണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, അവർക്ക് 2 മക്കളായി. ആ മക്കളോട് ഇവർ പറയുന്നതാണ്, എന്നെ പോലെ ആകരുത്, എനിക്ക് 18 വയസ്സിൽ ഞാനിവിടെ ബന്ധനസ്ഥനായി. പിന്നെ എന്താ ഇതിലും നല്ല എന്താ വേണ്ടത്? 18 വയസ്സിൽ കല്യാണം കഴിച്ച് ഒരു കുടുംബമായി വളരെ സന്തോഷകരമായി ജീവിക്കുമ്പോഴും എനിക്കിതൊന്നും പോരാ, എനിക്ക് വേറെ എന്തൊക്കെയോ കിട്ടാനുള്ളതാണ് എന്നുള്ള ഒരു മൈൻഡ് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് കുത്തി കൊടുക്കുകയാ. അതല്ല വേണ്ടത്. അവരോട് പറയുകയാണ് വേണ്ടത്, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്. അതൊന്നുമല്ല, ഒക്കെ മണ്ണാൻ കട്ടിയാന്ന്. ഇവിടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പണ്ട് പറയുന്ന, അതായത് ചില സിനിമാ താരങ്ങളൊക്കെ പണ്ട് പറയുന്നത് കേൾക്കാം, നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത്, ആവശ്യമുള്ളപ്പോൾ ലിവ് ഇൻ റിലേഷൻ കിട്ടും. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും, അതായത് പണ്ട് ആ ചോരത്തിളപ്പുള്ള കാലത്തൊക്കെ ഓക്കെയാണ്. ഈ 10, 25, 30, 35 വയസ്സൊക്കെ ആകുമ്പോഴേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചു പോകും. അമ്മാതിരി ഇതാണ് ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞവന്മാരില്ലേ, ഇവരെ കൂടുന്ന് നേരെ പൊടിയും തട്ടിപ്പോകും. എന്തിനധികം പറയുന്നു, ഇപ്പോൾ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും ജയറാം ആയാലും ദിലീപ് ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കുടുംബമായി കുട്ടികളൊക്കെ ആയി ജീവിക്കുന്നതാണ്. ഇവരുടെ കൂടെ അഭിനയിച്ച നായികമാരുടെ അവസ്ഥ എന്താണ്? അവരൊക്കെ ഇപ്പം 10, 55 വയസ്സായി. അവരൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അന്ന് പൈസ കിട്ടിയപ്പോഴേ അവർക്ക് ഭയങ്കര ലാവിഷായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് എന്താണ് അവരുടെ സ്ഥിതി? ഇന്ന് സിനിമയില്ല, കുടുംബമില്ല, കുട്ടികളില്ല. പല ആൾക്കാരെന്ന് പറഞ്ഞാൽ വീട്ടിലിരിപ്പാണ്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിത്താര എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ആ നടിയുടെയൊക്കെ അവസ്ഥയാണ് പറയുന്നത്. ആവുന്ന കാലത്ത് ഇവരൊക്കെ ഒന്നും കുടുംബം വേണ്ട, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബന്ധങ്ങൾ, ലിവിങ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പല മണ്ണാങ്കട്ടകൾ മതി. പക്ഷെ കഴിയാത്ത കാലത്തുണ്ടല്ലോ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ കണ്ണീര് വാർക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള ചില കൂതറകൾ, ഈ മക്കളോട് സ്നേഹമില്ലാത്ത കൂതറകൾ, മക്കളെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ടീമുകൾ, ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ നാട് മുടിപ്പിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവരുടെയൊക്കെ തെമ്മറപ്പ് തന്നെയാണ്. അതായത് ഇവരെന്തോ എന്താ വേണ്ടത്, പുരോഗമനം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതത്തെ വരെ ഒരു തരത്തിൽ എന്തോ ഒരു വലിയ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവരൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പെറ്റമ്മക്ക് കഴിയോടോ ഇത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. തൻ്റെ സ്വന്തം കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയിട്ട് കളിപ്പിച്ചുകൊണ്ട് ആ കടലിലേക്ക് അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ഇടണമെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സെന്തായിരിക്കും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരുടെയൊക്കെ മനസ്സ് കല്ലിനെക്കാട്ടിയും വലിയതാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, 4 ആൾ അറിയട്ടെ. കാരണം ഇങ്ങനെയുള്ള കൂതറകളെ കല്യാണം കഴിപ്പിച്ച് വിടാതെ വേറെ ഏതെങ്കിലും കൊണ്ടാക്കാൻ പറ. കാരണം ഇവറ്റകൾക്ക് വേണ്ടത് കാമം മാത്രമാണ്. നന്ദി, നമസ്കാരം.